ഓക്കെ, ഇതിനകത്ത് നേരത്തെ സ്മൃതി പറഞ്ഞതിനകത്ത് ഒരു മുഖ്യമന്ത്രിയുടെ മാത്രമല്ല സ്റ്റാലിൻ്റെ കൂടി അവിടെ വന്നിട്ടുണ്ട് സന്ദേശം. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ സന്ദേശം അയക്കുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം കിട്ടുന്നതുകൊണ്ട് മോശമില്ല. അല്ല, മോശമില്ല എന്നല്ല, അത് പ്രത്യേകം എടുത്ത് വായിക്കുന്നു. അല്ല, ഞാൻ സ്റ്റാലിനെ വായിക്കുന്നു. സ്റ്റാലിനെ വായിക്കുന്ന പോലെ അല്ല യു പി മുഖ്യമന്ത്രിയുടെ വായിക്കുന്നത്. കാരണം എല്ലാ കാര്യത്തിലും നമ്മൾ യു പിക്കെതിരെ പറയുന്നു. ഇടത് സർക്കാർ എപ്പോഴും പറയുന്നത് യു പിയുമായി ബന്ധപ്പെട്ട യു പിയുടെ വർഗീയ നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിക്കണമായിരുന്നു എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ഇതിനു ശേഷം പ്രസംഗത്തിന് ശേഷം അദ്ദേഹം വി എൻ വാസവൻ ഒരു ബൈറ്റ് കൊടുക്കുന്നതിൽ പറയുകയാണ് മനോഹരമായ സന്ദേശമെന്ന്. അപ്പോൾ ഈ മനോഹരമായ സന്ദേശമായി വർഗീയ പ്രസംഗം നടത്തുന്ന, വിദ്വേഷ പ്രസംഗം നടത്തുന്ന യു പി മുഖ്യമന്ത്രിയുടെ അങ്ങനെ കാണുന്നെങ്കിൽ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിൽ നിലപാടിലും ആ തരത്തിൽ വെള്ളം ചേർത്തു. നരേന്ദ്രമോദിയുടെ പ്രസംഗം ആശംസ കിട്ടിയ വായിക്കണ്ടേ? പ്രധാനമന്ത്രിയുടെ ആശംസ വായിക്കുന്ന പോലെയല്ല. യു പി മുഖ്യമന്ത്രിയെ ക്ഷണിക്കുമ്പോൾ തന്നെയുണ്ട് നിങ്ങളുടെ നിലപാട്. യു പി മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു, യു പി മുഖ്യമന്ത്രി സന്ദേശം വായിക്കുന്നു, അതിനുശേഷം സന്ദേശത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നു. സിദ്ധരാമയ്യ ഒരു കൊടുത്തിരുന്നെങ്കിൽ വായിക്കുമായിരുന്നു. സിദ്ധരാമയ്യ കൊടുത്തില്ല. അവിടെ കൊടുത്തത് സ്റ്റാലിനും രണ്ട് വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നതിൽ തന്നെ തെളിഞ്ഞതാണ്. അതോടൊപ്പം രണ്ടിലും ഒരേ കാര്യമാണ്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുന്നു എന്ന് പറയുമ്പോൾ ശരി, സ്റ്റാലിന്റെ സന്ദേശം വായിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാം. രണ്ട് മുഖ്യമന്ത്രിമാരുടെ സന്ദേശം വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കാണും. അത് യോഗി ആദിത്യനാഥിന്റെ എല്ലാ രാഷ്ട്രീയ നിലപാടുകളും എൻഡോസ് ചെയ്യലാണോ? പിന്നീട് ഒരു അഭിമുഖം നൽകിക്കൊണ്ട് ഈ കത്ത് ഇങ്ങനെ വായിച്ചിട്ട് അതിനെ മനോഹരമായ സന്ദേശം ഈ രാജ്യത്തെ കടുത്ത വർഗീയവാദികളുടെ സന്ദേശം മുഴുവൻ എടുത്ത് നിങ്ങൾ വായിക്കൂ. അത് നിങ്ങൾ നോക്കൂ. മുഖ്യമന്ത്രിയുടെ ആശംസ വായിക്കാതിരിക്കാൻ പറ്റൂ? ശരി, നിങ്ങൾ വായിച്ചോളൂ. എങ്ങനെ വായിക്കാതിരിക്കാൻ പറ്റും? ഒരു കുഴപ്പമില്ലെന്നേ, വായിച്ചോളൂ. നിങ്ങൾ നിലപാട് വ്യക്തമാകുന്നു. മതാതീതം തെളിയുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. മതാതീതമാണ് ശബരിമല. അല്ലാതെ എന്താ സംശയം? ഒരു മിനിറ്റ്. ഞാൻ ഈ പറയുന്നത് ശബരിമല മതാതീതാണെന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. പ്രസംഗമോ എന്നുള്ളതാണ്. എന്താ ഈ പറയുന്നത്? ശബരിമല മതാതീതാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അവിടെ മതാതീതമാണ് ശബരിമല എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയിലെ മതാതീതത്തിന് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല എന്നാണ് എന്റെ സംഗമം കൊണ്ടാണോ മതാതീതം തെളിയിക്കാൻ പോകുന്നത്? അതാണൊരു കാര്യം. നോക്കൂ, ഇതിനെ ഒരു ആത്മീയ മതാതീത കേന്ദ്രമായി ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചനകളാണ് നടക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഭക്തജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതേപോലെ ഒരു വികസന പ്രവർത്തനം ചർച്ച ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത്തരം ഒരു മാറ്റത്തിന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ബദൽ സംഗമം നടത്താൻ പോകുന്നു? എന്താണ് ഈ പന്തളം കൊട്ടാരത്തിൽ നടക്കാൻ പോകുന്ന ബദൽ സംഗമം? അതുകൊണ്ട് എന്താ നേട്ടം? എന്താ ശബരിമലയുടെ വികസനം കൊണ്ടുവരാൻ പോകുന്നത്? അതിന് അവരാരാ ആ പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നത്? മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ബദൽ സംഗമം നടത്തുന്നവർക്ക് പറ്റൂ? ഇന്ന് ഡൽഹിയിൽ അയ്യപ്പ സംഗമം ശബരിമലയിൽ ഏത് ആചാരവും ലംഘിക്കപ്പെട്ടത്? ഇപ്പോൾ ശബരിമലയിൽ ഏത് ആചാരവും ലംഘിക്കപ്പെട്ടത്? 22-ാം തീയതി ബദൽ സംഗമത്തിന്റെ കാരണം ഏത് ആചാരവും ലംഘിച്ചത് പറയൂ. അല്ല, അതാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ബദൽ സംഗമത്തെ കുറിച്ചാണ്. 22-ാം തീയതി ബദൽ സംഗമം സംഘടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. സ്വാമിയെ ഭരണമയ്യപ്പ. അപ്പൊ പിന്നെ അവിടെ എന്താ ബദൽ സംഗമം? എന്താ കാര്യം? ബദൽ സംഗമം എന്തിനാ? ബദൽ സംഗമം എന്തിനാ? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതാണ് എന്താ ലക്ഷ്യം എന്ന് പറയൂ. നമുക്കറിയാവുന്ന ലക്ഷ്യം എന്താ? എനിക്ക് ഒറ്റ ലക്ഷ്യം അറിയാൻ പറ്റൂ. അതൊരു വർഗീയ സംഗമമായി മാറാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. പക്ഷേ വിശ്വാസികൾ എങ്ങനെയാണ് അവിടെ എന്താ നടക്കാൻ പോകുന്നത്? അവിടെ ശബരിമലയിലെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു വലിയ പ്രൊജക്ട്, അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ബദൽ സംഗമം എന്ന നിലയിലാണ് അത് നടക്കാൻ പോകുന്നത്. മാസ്റ്റർ പ്ലാൻ ആണെന്ന് താങ്കളോട് ആര് പറഞ്ഞു? ഇവിടെ മാസ്റ്റർ പ്ലാൻ അല്ലേ? എന്താ നടക്കാൻ പോകുന്നത്? ഏത് ആചാരമാണ് ലംഘിക്കപ്പെട്ടത്? ഡോക്ടർ അരുൺ ഇത്ര ആശങ്കപ്പെടുന്നത് എന്തിനാണ്? വിശ്വാസികൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്താണ് ആൾക്കാർ? ഹിന്ദു സമുദായത്തിൽ 28 ആളുകൾ, ബിജെപി മാത്രമേ ഉള്ളൂ വിശ്വാസികൾ. വിളക്ക് കൊളുത്തിയതാരാ? തന്ത്രി മോഹൻ കണ്ടറല്ലേ? വിശ്വാസിയല്ലേ? പിണറായി വിജയൻ ഒരു വിശ്വാസിയല്ലേ? വിശ്വാസിയാവുന്നത് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ കൃത്യമായ ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ആ പറയുന്ന വിശ്വാസങ്ങളിൽ ദൈവവിശ്വാസങ്ങളുമായിട്ട് അകലം പാലിക്കുന്ന ഇന്നോട്ട് വിശ്വാസിയാണ്, ഭക്തനാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ അത് പാർട്ടിയുടെ ആശയമായിട്ടുള്ള കാര്യം. അവർക്ക് വിശ്വാസികൾക്കും അവിശ്വാസികൾ ചർവാകന്മാർക്ക് ജീവിച്ചിരിക്കാൻ നിരീശ്വരവാദികൾക്ക് സ്പേസ് ഉണ്ടായിരുന്ന ഇടമാണ് ഇന്ത്യ. താങ്കളും എക്സിസ്റ്റ് ചെയ്യുകയാണല്ലോ.
എന്താണ് അതൊക്കെ അതിലുള്ള ഓരോ പൗരന്റെ അവകാശം അതാ പറഞ്ഞെ, എല്ലാവരും exist ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുക. മതത്തിൽ വിശ്വസിക്കാനും അത് വിശ്വസിക്കാതിരിക്കാനും ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും അവകാശം നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 25 അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസിയായാൽ താങ്കൾക്ക് എന്താ പ്രശ്നം? വിശ്വാസികളുടെ തലയിൽ തേങ്ങ എറിയുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസിയായാൽ താങ്കൾക്ക് എന്താ പ്രശ്നം? ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസിയായാൽ താങ്കൾക്ക് എന്താ പ്രശ്നം? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വാസമല്ലേ, അല്ലെങ്കിൽ ആശയമല്ലേ, രാഷ്ട്രീയ ആശയമല്ലേ, അത് എനിക്കെന്താ അത്രേ ഉള്ള കാര്യം. പക്ഷെ അതാണ് നിങ്ങൾ വിശ്വാസിയാണെന്ന് പറയുന്നത്. എന്താണ് എന്റെ ചോദ്യം? മുഖ്യമന്ത്രി അത് ആ ആയിക്കോട്ടെ. പാർട്ടിയുടെ ആശയപരമായിട്ടുള്ള വിശ്വാസിയാകാൻ തോന്നി. അത് അത് മാത്രം വിശ്വാസിയാവുന്നതും വിശ്വാസിയാവാതിരിക്കുന്നതും ഓരോ വ്യക്തിയുടെയും സ്വകാര്യമായ അവകാശമാണ്. അത് മാനിക്കാനെങ്കിലും മിനിമം നമ്മൾ പഠിക്കണം. എല്ലാവരും അത് മാനിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസിയാണെന്ന് അദ്ദേഹത്തിന്റെ ചങ്ങാതി കൂടെ കാറിൽ വന്ന വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഞാനത് വിശ്വാസത്തിലെടുക്കുന്നു, ഞാനതിനെ മാനിക്കുന്നു. ഒരിടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ വിശ്വാസിയാണെന്നും അയ്യപ്പ ഭക്തനാണെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരിടത്തും അവർ പറയാറുമില്ല. നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് സത്യപ്രതിജ്ഞയല്ല ദൃഢപ്രതിജ്ഞയാണ് ചെയ്യാറ്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മന്ത്രിസഭയിൽ? കണ്ടിട്ടില്ലല്ലോ. അത് തന്നെയാണല്ലോ തെളിവ്. അത്രയേ ഉള്ളൂ. Meet the editors.